ഈ കാര്യം നിങ്ങൾ ബിറ്റിക്കറ്റിൽ ശ്രദ്ധിക്കണം. ഹലോ, അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ബിറ്റിക്കറ്റിന്റെ 268ാമത്തെ ഡ്രോയിൽ കിഡിലൻ ഓഫറാണ് അവർ കൊണ്ടുവന്നിട്ടുള്ളത്. നിങ്ങൾക്ക് ഡെയിലി വിൻ ചെയ്യാനുള്ള അവസരമുണ്ട്. അതോടൊപ്പം തന്നെ നവംബർ 3 നടക്കുന്ന മെയിൻ ഡ്രോയിൽ 45 കോടി രൂപക്ക് മുകളിൽ വിൻ ചെയ്യാനുള്ള മറ്റൊരു അവസരം കൂടിയുണ്ട്. അപ്പോൾ ഒരുപാട് ആൾക്കാർ ഈ മാസം ടിക്കറ്റ് പർച്ചേസ് ചെയ്യുന്നുണ്ട്. ഒരു കാര്യം മനസ്സിലാക്കുക, ഡെയിലി ഡ്രോയിൽ 24 ക്യാരറ്റ് കിലോ ഗോൾഡ് ആണ് നിങ്ങൾക്ക് വിൻ ചെയ്യാനുള്ള അവസരമുള്ളത്. അപ്പൊ നിങ്ങൾക്കൊരു സംശയം ഉണ്ടാകും, എനിക്ക് ഗോൾഡ് ആവശ്യമില്ല, ആ ഗോൾഡിന് ബദലായിട്ടുള്ള കാശ് എനിക്ക് ലഭിക്കണമെന്നുള്ള ആഗ്രഹമുണ്ടെങ്കിൽ മനസ്സിലാക്കുക, ആ ഒരു എക്സ്ചേഞ്ച് ബിറ്റിക്കറ്റ് നൽകുന്നതല്ല. നിങ്ങൾ ഗോൾഡ് ആണ് വിൻ ചെയ്തതെങ്കിൽ ആ ഒരു ക്ലെയിമിംഗ് പ്രോസസ് പ്രകാരം നിങ്ങൾ തന്നെ ജ്വല്ലറിയിൽ പോയിട്ട് ഗോൾഡ് ക്ലെയിം ചെയ്യേണ്ടതുണ്ട്. അതല്ലാതെ അതിന് ബദലായിട്ടുള്ള ഒരു കാശ് ബിറ്റിക്കറ്റ് തന്നെ നിങ്ങൾക്ക് നൽകില്ല. ഗോൾഡ് ക്ലെയിം ചെയ്തതിന് ശേഷം അത് കാശാക്കാനുള്ള പ്രോസസ് ഒക്കെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. അല്ലാതെ നിങ്ങൾക്ക് ഗോൾഡ് വേണ്ട, കാശ് ലഭിക്കണമെന്ന് ആരെങ്കിലും വിചാരിക്കുന്നുണ്ടെങ്കിൽ ബിറ്റിക്കറ്റ് ഡയറക്റ്റ് ആയിട്ട് അത് കൺവേർട്ട് ചെയ്ത് അതിന്റെ കാശ് നിങ്ങൾക്ക് നൽകില്ല. ആ കാര്യം വളരെ കൃത്യമായിട്ട് നിങ്ങൾ മനസ്സിലാക്കുക. അപ്പൊ നിങ്ങൾ ഇതുവരെ ബിറ്റിക്കറ്റിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ ഈ മാസം പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ ശ്രമിക്കുക. കിടിലൻ ഓഫർ ആണ്. ഡെയിലി നിങ്ങൾക്ക് വിൻ ചെയ്യാനുള്ള അവസരമുണ്ട്. അതോടൊപ്പം തന്നെ മെയിൻ ഡ്രോയിൽ 20 മില്യൺ ദിർഹം വിൻ ചെയ്യാനുള്ള മറ്റൊരു അവസരം കൂടിയുണ്ട്. ഇതിനെ കുറിച്ച് സെപ്പറേറ്റ് വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്. വീഡിയോയുടെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ ഉണ്ടാവും. താല്പര്യമുള്ള ആൾക്കാർക്ക് ആ വീഡിയോ കാണാൻ പറ്റുന്നതാണ്. അതോടൊപ്പം തന്നെ ബിറ്റിക്കറ്റിൽ എങ്ങനെയാണ് ഓൺലൈൻ ത്രൂ അക്കൗണ്ട് രജിസ്റ്റർ ചെയ്ത് ടിക്കറ്റ് പർച്ചേസ് ചെയ്യാന്നുള്ളതിന്റെ ഒരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്. വീഡിയോയുടെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ ഉണ്ടാവും. താല്പര്യമുള്ള ആൾക്കാർക്ക് ആ വീഡിയോ കൂടി കാണാൻ പറ്റുന്നതാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ സബ്സ്ക്രൈബ് ചെയ്യാൻ നിങ്ങളെ സപ്പോർട്ട് അറിയിക്കുക. അടുത്ത വീഡിയോ കാണും വരെ ബൈ.